രജനീകാന്തിന്റെ മകൾ സൗന്ദര്യ രജനീകാന്തിന്റെ ഉടമസ്ഥതയിലുള്ള ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ സിയോൺ ഫിലിംസിന്റെ പുതിയ ചിത്രത്തിൽ നായികയായി മലയാളത്തിന്റെ പ്രിയ താരം അനശ്വര രാജൻ എത്തുന്നു. MRP എന്റർടൈൻമെന്റുമായി സഹകരിച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാണം. അഭീഷൻ ജീവിൻ നായകനായെത്തുന്ന ചിത്രം എഴുതി സംവിധാനം ചെയ്യുന്നത് മഥൻ ആണ്. മഹേഷ് രാജ് പാസിയലിനും നസ്രത് പാസിയലിനുമാണ് നിർമ്മാണ പങ്കാളികൾ. ശശികുമാർ, സിമ്രാൻ, RJ ബാലാജി, മണികണ്ഠൻ, രഞ്ജിത്ത് ജയഗോടി, പ്രഭുറാം വ്യാസ്, DD തുടങ്ങിയ പ്രമുഖ ചലച്ചിത്ര വ്യവസായ പ്രമുഖർ കഴിഞ്ഞ ദിവസം നടന്ന ചിത്രത്തിന്റെ പൂജയിൽ പങ്കെടുത്തു. ഈ വർഷം പുറത്തിറങ്ങി ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ഈ സിനിമയിൽ നായകനായി അഭിനയിക്കുന്ന അഭീഷൻ ജീവിൻ. ചിത്രം റൊമാന്റിക് ഡ്രാമ ജോണറിലാണ് ഒരുങ്ങുന്നത്. പുതുമയുള്ള കഥയും വ്യത്യസ്തമായ ആവിഷ്കാര രീതിയും ചിത്രത്തെ ജനപ്രിയമാക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. യുവ പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ ആഖ്യാന രീതി. സിനിമയുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അടുത്ത വർഷത്തെ ബിഗ് ബജറ്റ് സിനിമകളിൽ ഒന്നായി ചിത്രം തിയേറ്ററുകളിലെത്തും. ഗുഡ് നൈറ്റ്, ലവർ, ടൂറിസ്റ്റ് ഫാമിലി തുടങ്ങി നിരവധി ശ്രദ്ധേയമായ സിനിമകൾ തമിഴ് സിനിമയ്ക്ക് സമ്മാനിച്ച നിർമ്മാണ കമ്പനിയാണ് MRP എന്റർടൈൻമെന്റ്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ എന്നിവരെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വരും ആഴ്ചകളിൽ ഉണ്ടാകും. 2018 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമായ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയുടെ തമിഴ് റീമേക്കായ തഗ്സിലാണ് അനശ്വര അവസാനമായി തമിഴിൽ അഭിനയിച്ചത്. മലയാളി നടൻ ഋതു ഹാറൂൺ ആയിരുന്നു ആ സിനിമയിലെ നായകൻ. അനശ്വരയുടേതായി മറ്റൊരു തമിഴ് ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സൗന്ദര്യ രജനീകാന്ത് വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ഗോവ എന്ന ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ധനുഷ് നായകനായ വേലയില്ല പട്ടധാരിയാണ് സൗന്ദര്യ അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. ഛായാഗ്രഹണം ശ്രേയസ് കൃഷ്ണ, സംഗീതം ഷോൺ റോഡൻ, എഡിറ്റിംഗ് സുരേഷ് കുമാർ, കലാസംവിധാനം രാജ് കമൽ, കോസ്റ്റ്യൂം ഡിസൈനർ പ്രിയ രവി എന്നിങ്ങനെയാണ്. അനശ്വര ഇതിനു മുമ്പ് തമിഴിൽ അഭിനയിച്ച റാങ്കി, തഗ്സ് എന്നീ സിനിമകൾ വേണ്ട വിധത്തിൽ പ്രശസ്തി നേടിയില്ലെങ്കിലും ഈ ചിത്രത്തിൽ ഏറെ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത്. മഥൻ എന്ന നവാഗത സംവിധായകനാണ് ചിത്രം ഒരുക്കുന്നത്. നിരവധി ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ നൽകിയ നടി എന്നാണ് അനശ്വരയുടെ പോസ്റ്ററിൽ അണിയറ പ്രവർത്തകർ നൽകിയത്. മോനിഷ എന്ന കഥാപാത്രമായിട്ടാണ് നടി ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതേസമയം അനശ്വരയുടെ മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലർ എന്ന ചിത്രമാണ് അവസാനമായി പുറത്തിറങ്ങിയത്. തിയേറ്ററിൽ വലിയ പരാജയം നേരിട്ട സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടും മോശം അഭിപ്രായമാണ് നേടിയത്. നേരത്തെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളോട് നായിക അനശ്വര സഹകരിക്കുന്നില്ലെന്നാരോപിച്ച് സംവിധായകൻ രംഗത്ത് വന്നത് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ദീപു കരുണാകരന്റെ ആരോപണങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് അനശ്വര രാജന് മറുപടിയുമായി എത്തിയിരുന്നു. പിന്നീട് സിനിമാ സംഘടനകളുടെ ഇടപെടലിലൂടെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയായിരുന്നു.